ഹായ്, നമ്മുടെ ഈ ഒരു സീരീസ്, അതായത് ലക്ഷ്യയോടൊപ്പം ലക്ഷ്യത്തിലെത്താം എന്നുള്ള ഈ ഒരു സീരീസിൽ നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്, ആദ്യം തന്നിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് സെഷനാണ്. അതിൽ നവംബർ 4-ാം തീയതിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ ഓരോന്നും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക, അറിയാത്ത കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് പോൾ എക്സാം ഉണ്ടായിരിക്കും. അത് പോയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ? സ്റ്റാർട്ട് ചെയ്താലോ? പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതി സേഫ്. പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതിയാണ് സേഫ്. അപ്പോൾ എന്താണ് സേഫ് എന്ന് ചോദിച്ചാൽ, ആരുടെ വീടുപണി പൂർത്തിയാക്കാനാണ്? പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ എത്ര രൂപയാണ് നൽകുന്നത്? 2 ലക്ഷം രൂപ. ഇത് ആരുടെ കീഴിലുള്ളതാണ്? അതായത് പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചെടുക്കാം. ഇനി കുടുംബത്തിന്റെ വരുമാന പരിധി, ആ ഒരു കുടുംബത്തിന്റെ വരുമാന പരിധി എത്രയായിരിക്കണം? 1 ലക്ഷം രൂപ വരെ. എത്രയാണ്? 1 ലക്ഷം രൂപ വരെ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ? പട്ടികജാതി വിഭാഗക്കാരുടെ വീട് പണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ വരുമാന പരിധി 1 ലക്ഷം രൂപ വരെ ആയിരിക്കണം. അടുത്തത്, ഏത് സർക്കാർ കമ്പനിയുടെ പങ്കാളിത്തത്തോടെയാണ് കേരളം സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ചത്? ഏത് സർക്കാർ കമ്പനിയുടെ പങ്കാളിത്തത്തോടെയാണ് കേരളം സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ചത്? കിഫ്ബി അല്ലെ? ഏത് സർക്കാർ കമ്പനിയുടെ പങ്കാളിത്തത്തോടെയാണ് കേരളം സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ചതെന്ന് ചോദിച്ചാല് കിഫ്ബി. ഓക്കെ, കിഫ്ബിയുടെ സിഇഒ എന്ന് പറയുന്നത് KM എബ്രഹാം ആണ്. ആരാണ്? KM എബ്രഹാം ആണ് കിഫ്ബിയുടെ സിഇഒ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കിയാലോ? ഏത് സർക്കാർ കമ്പനിയുടെ പങ്കാളിത്തത്തോടെയാണ് കേരളം സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ കിഫ്ബി. കിഫ്ബിയുടെ സിഇഒ എന്ന് പറയുന്നത് KM എബ്രഹാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോട്ടുകൾ തയ്യാറാക്കാനുള്ള നോട്ട്ബുക്ക് ആപ്പിൽ നിർമ്മിത ബുദ്ധി കൂടി സംയോജിപ്പിച്ച കമ്പനി. നോട്ടുകൾ തയ്യാറാക്കാനുള്ള നോട്ട്ബുക്ക് ആപ്പിൽ നിർമ്മിത ബുദ്ധി കൂടി സംയോജിപ്പിച്ച കമ്പനി സോഹോ. എന്താണ് ആ കമ്പനി? സോഹോ. മീറ്റിംഗുകളിലെയും ക്ലാസുകളിലെയും മറ്റു വിവരങ്ങൾ ആപ്പിൽ ടെക്സ്റ്റുകളാക്കി ക്രോഡീകരിച്ച് സ്മാർട്ട് രീതിയിൽ ശേഖരിക്കും. എന്താ ചെയ്യുക? മീറ്റിംഗുകളിലെയും ക്ലാസുകളിലെയും മറ്റു വിവരങ്ങൾ ആപ്പിൽ ടെക്സ്റ്റുകളാക്കി ക്രോഡീകരിച്ച് സ്മാർട്ട് രീതിയിൽ ശേഖരിക്കും. അടുത്തത്, നോട്ട്ബുക്കുകൾ AI-യിൽ അവതരിപ്പിച്ച സോഹോയുടെ AI സ്റ്റാക്ക് സിയ. നോട്ട്ബുക്കുകൾ AI-യിൽ അവതരിപ്പിച്ച സോഹോയുടെ AI സ്റ്റാക്ക് ആണ് സിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കിയാലോ? നോട്ടുകൾ തയ്യാറാക്കാനുള്ള നോട്ട്ബുക്ക് ആപ്പിൽ നിർമ്മിത ബുദ്ധി കൂടി സംയോജിപ്പിച്ച കമ്പനി സോഹോ ആണ്. മീറ്റിംഗുകളിലെയും ക്ലാസുകളിലെയും മറ്റും വിവരങ്ങൾ ആപ്പിൽ ടെക്സ്റ്റുകളാക്കി ക്രോഡീകരിച്ച് സ്മാർട്ട് രീതിയിൽ ശേഖരിക്കും. നോട്ട്ബുക്കുകൾ AI-യിൽ അവതരിപ്പിച്ച സോഹോയുടെ AI സ്റ്റാക്കാണ് സിയ എന്ന് പറയുന്നത്. അടുത്തത്, കിഫ്ബി രൂപീകരിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025-ൽ ആഘോഷിക്കുന്നത്? കിഫ്ബി രൂപീകരിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025-ൽ ആഘോഷിക്കുന്നത്? 25-ാമത്തെ. അപ്പോ 25-ാമത്തെ വാർഷികമാണ് ഏതിന്റെ? കിഫ്ബി രൂപീകരിച്ചതിന്റെ 2025-ൽ ആഘോഷിക്കുന്നത്. ഈ കിഫ്ബി എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താന്ന് ചോദിക്കാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഒന്നുകൂടെ ഓർത്തുവെക്കുക. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ് കിഫ്ബിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ആരാണ്? അടുത്തിടെ അന്തരിച്ച ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ഗോപി ചന്ദ് പി ഹിന്ദുജ. ഗോപി ചന്ദ് പി ഹിന്ദുജ ഏതിന്റെ ചെയർമാൻ ആയിരുന്നു എന്ന് ചോദിച്ചാല് ഹിന്ദുജ ഗ്രൂപ്പിന്റെ അല്ലെ?
ഗോപി ചന്ദ് പി ഹിന്ദുജ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹം വാഹനം, ബാങ്കിംഗ്, ഫിനാൻസ്, IT, ആരോഗ്യം, റിയൽ എസ്റ്റേറ്റ്, ഊർജം, മാധ്യമം, വിനോദം എന്നിങ്ങനെ 11 മേഖലകളിൽ പ്രാവീണ്യമുണ്ട്. ഇതിലൊക്കെ വാഹനം, ബാങ്കിംഗ്, ഫിനാൻസ്, IT, ആരോഗ്യം, റിയൽ എസ്റ്റേറ്റ്, ഊർജം, മാധ്യമം, വിനോദം എന്നിങ്ങനെ 11 മേഖലകളിൽ ആർക്ക് പ്രാവീണ്യമുണ്ട്? ഗോപി ചന്ദ് പി ഹിന്ദുജ. ഇനി ഒമാനിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായ വ്യവസായി. ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായ വ്യവസായിയാണ് ഡോക്ടർ പി മുഹമ്മദ് അലി. ഡോക്ടർ പി മുഹമ്മദ് അലി ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായ വ്യവസായിയാണ്. ഓക്കെ, അടുത്തത് വിക്കിപീഡിയക്ക് ബദലായി CEO ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം ഗ്രോക്കിപീഡിയ. എന്താണ് ഗ്രോക്കിപീഡിയ? വിക്കിപീഡിയക്ക് ബദലായി പകരമായിട്ട് CEO ഇലോൺ മസ്ക് അവതരിപ്പിച്ച, ആരാണ് അവതരിപ്പിച്ചത്? ഇലോൺ മസ്ക്. എന്താണ് ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം ഗ്രോക്കിപീഡിയ. ലോകകപ്പിൽ ഗംഭീര പ്രകടനത്തോടെ വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ വനിത ലോറ വോൾവാർഡ്. ലോറ വോൾവാർഡ് ആണ് ലോകകപ്പിൽ ഗംഭീര പ്രകടനത്തോടെ വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ വനിത. ആരാണ്? ലോറ വോൾവാർഡ്. 2-ാം സ്ഥാനം സ്മൃതി മന്ദാന. 2-ാം സ്ഥാനം സ്മൃതി മന്ദാനയാണ്. ഒന്നുകൂടെ പറയാം. വിക്കിപീഡിയക്ക് ബദലായി എക്സ് സിഇഒ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ സർവ്വവിജ്ഞാന കോശം ഗ്രോക്കിപീഡിയയാണ്. ലോറ വോൾവാർഡ് എന്താണ് പ്രത്യേകത? ലോകകപ്പിൽ ഗംഭീര പ്രകടനത്തോടെ വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ വനിതയാണ്. 2-ാം സ്ഥാനം സ്മൃതി മന്ദാനക്കാണ്. അടുത്തത് വനിതകളുടെ ഏകദിന ലോകകപ്പിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കമ്മിറ്റി അതായത് ICC തിരഞ്ഞെടുത്ത സാങ്കല്പിക ടീം 11-ൽ ടീം 11-ൽ ഇടം നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് സ്മൃതി മന്ദാന, ദെൻ ജമീമ റോഡ്രിഗസ്, ദീപ്തി ശർമ്മ, സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ് എന്നിവർക്കാണ് വനിതകളുടെ ഏകദിന ലോകകപ്പിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കമ്മിറ്റി അഥവാ ICC തിരഞ്ഞെടുത്ത സാങ്കല്പിക ടീം 11-ൽ ഇടം നേടിയവർ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിൽ രാജ്യവ്യാപകമായി തയ്യാറാക്കുന്ന ട്രാക്കിംഗ് സംവിധാനം ഏത് രീതി അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ്? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, RFID. എന്താണ്? വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിൽ രാജ്യവ്യാപകമായി തയ്യാറാക്കുന്ന ട്രാക്കിംഗ് സംവിധാനം ഏത് രീതി അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണെന്ന് ചോദിച്ചാൽ എന്താണ്? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, ഇനി മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ സിറ്റിയുടെ പുതിയ പേര് ഈശ്വർപൂർ. ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ, ഏതാണ് ജില്ല? സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ സിറ്റിയുടെ പുതിയ പേര്. അപ്പൊ ഇസ്ലാംപൂർ സിറ്റി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ സാംഗ്ലി ജില്ലയാണ്. സാംഗ്ലി ജില്ല എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതിന്റെ ഇസ്ലാംപൂർ സിറ്റിയുടെ പുതിയ പേര് ഈശ്വർപൂർ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്, ഛത്രപതി സംഭാജി നഗർ, ഉസ്മാനാബാദ്, ധാരാശിവ്, അഹമ്മദ് നഗർ, അഹില്യ നഗർ എന്നിങ്ങനെ മാറ്റിയിരുന്നു. അപ്പൊ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ഇപ്പൊ അറിയപ്പെടുന്നത് ഛത്രപതി സംഭാജി നഗർ, ഉസ്മാനാബാദ് അറിയപ്പെടുന്നത് ധാരാശിവ്, അഹമ്മദ് നഗർ അറിയപ്പെടുന്നത് അഹില്യ നഗർ. ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുവെക്കുക. അപ്പൊ ഒന്നുകൂടെ ഓർത്തുവെക്കാം. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ സിറ്റിയുടെ പുതിയ പേര് ഈശ്വർപൂർ ആണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ഛത്രപതി സംഭാജി നഗർ എന്നും, ഉസ്മാനാബാദ് ധാരാശിവ് എന്നും, അഹമ്മദ് നഗർ അഹില്യ നഗർ എന്നിങ്ങനെ മാറ്റിയിട്ടുണ്ട്. അമേരിക്കൻ വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യയിലെ പുതിയ ചെയർമാൻ ശരത് അഗർവാൾ. അമേരിക്കൻ വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ
ഇന്ത്യയിലെ പുതിയ ചെയർമാൻ ശരത് അഗർവാൾ ആണ്. ശരത് അഗർവാൾ. ഓക്കെ. അടുത്തിടെ അന്തരിച്ച ഹോളിവുഡ് നടി ഡയാൻ ലാഡ. അടുത്തിടെ അന്തരിച്ച ഹോളിവുഡ് നടി ആരെന്ന് ചോദിച്ചാൽ ഡയാൻ ലാഡ. ഹോളിവുഡ് നടിയാണ്, അന്തരിച്ചു. ഡയാൻ ലാഡ. അഭിനയ മികവിന് 3 തവണ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര തവണ ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാല് 3 തവണ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച യുഎസിന്റെ 46-ാം വൈസ് പ്രസിഡന്റ് ഡിക്ക് ചെനി അടുത്തിടെ അന്തരിച്ച യുഎസിന്റെ എത്രാമത്തെ വൈസ് പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ 46-ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ്. ആരാണ്? ഡിക്ക് ചെനി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം സാഗ്രഡ ഫാമിലിയ ബസിലിക്ക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം സാഗ്രഡ ഫാമിലിയ ബസിലിക്ക, ബാഴ്സലോണ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം എവിടെയാണ്? ഏതാണ്? സാഗ്രഡ ഫാമിലിയ ബസിലിക്ക, ബാഴ്സലോണ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഇത് മുഴുവൻ കേട്ട് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തിട്ട് പോയിട്ട് എന്ത് ചെയ്യാം, അവിടെ പോൾ എക്സാം, നമ്മുടെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലെ പോൾ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ശരി, താങ്ക് യു.